ഈ കലേഷും ഇവളും കൂടെ നമ്മുടെ ഒരു സിനിമയിൽ ഒരു വേഷത്തിലെടുത്ത് റിട്ടേൺ ചെയ്തിട്ട് ഒരു സംഭാഷണമുണ്ട്. ഈ ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് ബാക്കിയൊക്കെ നമ്മളെപ്പോഴും വൈകിട്ട് ചെന്ന് ഡിസ്കസ് ചെയ്തിട്ടല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ. കലേഷിനറിയാം ഒരു 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 അടുത്തായിട്ട് വന്നിട്ട് രണ്ടടുത്ത് ഉർവശി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലൊരു സിനിമ പണ്ട് ഞങ്ങൾ കൊടൈക്കനാൽ ഞാൻ അവളോട് ഷൂട്ടിന് പോയി. ഞാനത് നിനക്കൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ആ ക്യാമറയ്ക്ക് ഒറ്റ ടേക്കിൽ ആ ടേക്ക് ശരിയായി. ഓ അതിനകത്ത് ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് അവനെ ഇടിയപ്പത്തലയാന്ന് വിളിക്കുന്നുണ്ട്. ബോഡി ഷേമിങ് അല്ല, അവൻ്റെ മുടി ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നവനെ. ആ എക്സ്പ്രഷൻ എനിക്ക് സത്യത്തിൽ എന്നെ നമ്മൾ ഡയറക്ടർ അല്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും അവളുടെ ഒരു പ്രേക്ഷകനാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഈ റൂമിൽ വെച്ചെന്നിരുന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം അവക്ക് ഓർമ്മയില്ല. അയാള് പറഞ്ഞു അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരാള്, അപ്പം വലിയ ഫൈറ്റ് ഒന്നും ചെയ്യാൻ അറിയുന്ന ക്യാരക്ടേഴ്സ് ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഒരു നിസ്സഹായാവസ്ഥ, എന്ത് പറഞ്ഞാൽ അവനെ ഒന്ന് പേടിപ്പിക്കാന്നുള്ളു. അപ്പൊ എന്തോ നീ പൊടാ ഇടിയപ്പോ തലയാന്നും പറഞ്ഞു ഓടിയതാ. ഇത് അത് അപ്പോഴങ്ങ് ചെയ്തു പോയതാ. പക്ഷെ പിന്നെ വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് അല്ല ഇത് അപ്പൊ ഇതിനകത്ത് എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഒരു ടെൻഷനും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാൻ ഇവള് ചെയ്യുമെന്നറിയാം. കലേഷിനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പറഞ്ഞ നമ്മളൊന്നും പറയാറില്ല. സംഭാഷണം തന്നെ ഞാൻ ഒന്ന് അവരുടെ ഇഷ്ടത്തിനാണ് അങ്ങനെ. അത് കലേഷിനെ ശ്രദ്ധിച്ചപ്പം നമ്മൾ പറഞ്ഞ ഏതാണ്ടുള്ള രാജാവിന് ഏതാണ്ട് മന്ത്രി എന്ന് പറഞ്ഞ പോലെ രണ്ടും കറക്റ്റ്. കാരണം ഒരു കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇങ്ങനെ പോകുന്നത് ഇവന് ജെന്റിൽ ലുക്കാ ഉള്ളത്, ഒരു മാന്യ ലുക്കാ. ഞാൻ ജീവൻ എങ്ങനെയാണെന്ന് ഇവളിങ്ങനെ പറയുമ്പോൾ എന്ത് പറയും ചോദിച്ചു. അതേ ലെവലിൽ അപ്പോഴെനിക്ക് മനസ്സിലായി ലിങ്ക് നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഒരു സെറ്റായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അഭിനയിച്ച മാത്രമല്ല, ഇപ്പം നമ്മൾ പറയും പറ്റുമെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഞാൻ ആ ഷോട്ടിൽ വരുന്നില്ല എങ്കിൽ അങ്ങ് മാറിയിക്കാന്നുള്ളതല്ലോ. എനിക്ക് കലേഷിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളോട് നിന്നത് നമുക്ക് മനസ്സിലായ കാര്യം, ഒരു ഷോട്ടിൽ കലേഷില്ല. കലേഷിന്റെ ശബ്ദം പോലും ആ ഷോട്ടിലില്ല. ഉർവശി പറയുന്നുണ്ട്, ഏതോ പറഞ്ഞിട്ട് ഒരേ പിന്നെ അൻവറെ വണ്ടി എടുത്തുകൊണ്ട് പോകും എന്ന് വണ്ടി വന്ന് നിർത്തുന്നു, ഡോറ് തുറക്കുന്നു, അൻവറെ നീ പൊക്കോ, വീട്ടിൽ പൊക്കോ എന്ന് പറയുന്നു. ഇതിപ്പുറത്താണ് ഞാൻ ക്യാമറ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ കലേഷിൻ്റെ പറഞ്ഞു, കലേഷ് നീ വേണ്ട, ഡ്രൈവർ ആരെങ്കിലും എടുത്താൽ മതി. നിഴല് പോലും ഇല്ല. ഇല്ല ഏട്ടാ, ഞാൻ തന്നെ ചെയ്തേ പറ്റൂ. അത്ര ആത്മാർത്ഥമായിട്ട്. എന്നാൽ ഞാൻ ചോദിച്ചത് അപ്പോ ഞാൻ ക്യാമറ വെച്ചു. അപ്പം ഈ സ്ത്രീകളെ കാണിക്കണം. ക്യാമറ വെച്ച് കറക്റ്റായിട്ട് ആ ക്യാമറയിൽ യഥാർത്ഥത്തിൽ കലേഷിൻ്റെ നിഴലും, അത് കലേഷ് അല്ലെങ്കിൽ അത് വേറെ ആളിനായിട്ട് ചെയ്തെന്ന് തന്നെ പറയും. ആ ഷോട്ട് ഞാൻ കണ്ടു നോക്കിയപ്പോൾ അനിൽ പോലും പറഞ്ഞ കലേഷില്ലേ കുഴപ്പമില്ല, അനിൽ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. കാരണം ഇത് വലിയ ഫ്രെയിമിലേക്ക് കണ്ടപ്പോൾ കലേഷിൻ്റെ ബാക്ക് തന്നെ ഉണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അത്രയും ദിവസം ഉണ്ടായിരുന്നു. നമ്മളൊരു യാത്രയിലായിരുന്നു, അല്ലാതെ വലിയ കട്ടാക്ഷൻ വലിയ പരിപാടികളൊന്നും. എല്ലാവരും ഒരേ ഗ്രൂപ്പായിട്ട് ഒരു ഇതുമില്ലാതെ അവരവരുടെ വേഷങ്ങൾ ചെയ്യുന്നു, പോകുന്നു. അതായിരുന്നു ഒരു സിങ്ക് ആണ്. ഒരു സിങ്ക് എന്ന് പറയത്തില്ലേ, എല്ലാ ആർട്ടിസ്റ്റുകളും തമ്മിൽ ഒരു സിങ്ക്, എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് അതങ്ങ് ചെയ്തു എന്നുള്ള